നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വാരഫലത്തിൽ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് സംസാരം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും സഹോദരങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാകുക, ഇതിനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലായി കാണുന്നുണ്ട്. നമ്മൾ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ബാധിക്കുന്നത് നിങ്ങളുടെ സംസാരം മൂലമായിരിക്കും. ഇതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വാരത്തിൽ വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ വന്നു ചേരുവാൻ ഈ ഒരു വാരത്തിൽ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. പഠനകാര്യത്തിൽ കഴിഞ്ഞ മാസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലുള്ളതിനേക്കാളും കൂടുതൽ താല്പര്യം കാണിക്കുകയും ആത്മാർത്ഥതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും. ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങളുടെ സമയം വളരെ അധികമായി എല്ലാ കാര്യങ്ങൾക്കും ചിലവഴിക്കേണ്ടതാണ്. നിങ്ങൾ വളരെയധികം മടി കാണിക്കുകയും സമയം അത് വളരെ അനാവശ്യമായി ഉപയോഗിക്കാതെ അതിനെ മാറ്റി നിർത്തുകയും അതുമൂലം നിങ്ങൾക്ക് അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് പഠിച്ചു തീർക്കുന്നില്ല, ജോലിക്കാര്യങ്ങളിൽ കൃത്യസമയത്ത് ജോലി ചെയ്ത് തീർക്കുന്നില്ല, വീട്ടിലുള്ള സ്ത്രീകൾ പോലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ സമയത്തിന് ചെയ്യാതെ കൂടുതലും മടിയും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിൽ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വാരമാണ്. വളരെയധികം സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തികൾ അതിൽ നിന്നുമെല്ലാം മാറുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള അസുഖം നിങ്ങൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നമാണെന്ന് മറ്റൊരു പറയുകയും ഈ ഒരു വാരത്തിൽ പൂർണ്ണമായും റെസ്റ്റൊക്കെ എടുക്കുകയും ചെയ്യാവുന്ന സാധ്യത കാണുന്നുണ്ട്. മടിയും അലസതയും മാറ്റിവെച്ച് ഈ ഒരു വാരത്തിൽ ആത്മാർത്ഥമായി വളരെ സ്മാർട്ടായി എന്ത് കാര്യത്തിനിറങ്ങിയാലും വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ചിലവുകൾ ഈ ഒരു വാരത്തിൽ ജീവിതത്തിൽ വരികയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ വാരത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പുതുതായി ഒരു കാര്യങ്ങൾ ഈ ഒരു വാരത്തിൽ ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പരാജയങ്ങളും ചിലവുകളും ഈ ഒരു വാരത്തിൽ കൂടുതലായി നിങ്ങൾക്ക് വരുവാൻ സാധ്യത കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്കും ഈ ഒരു വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നുണ്ടെങ്കിലും ചിലവുകൾ അതിനോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. എത്രമാത്രം വരുമാനം വരുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ ചിലവുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. വരവും ചിലവും ഒരുപോലെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു വാരം തന്നെയാണ്. ചിലവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിക്കുകയും ഒരു പ്ലാനിങ്ങോടുകൂടിയെല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലവ് നിയന്ത്രിക്കുകയും വളരെ കുറച്ച് തുകയെങ്കിലും നമുക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു വാരം തന്നെയായിരിക്കും. ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ശ്രദ്ധയുണ്ടാകുക. കൂടുതലായും വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്നും സാമ്പത്തികമെല്ലാം വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുമ്പോഴും രക്ഷകർത്താക്കളും വളരെയധികം ശ്രദ്ധയോട് കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ളതാണോ എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കുന്ന നല്ലതായിരിക്കും. കൂടുതലും നമുക്ക് സന്താനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയ്ക്കായിരിക്കും കൂടുതലായി ബുദ്ധിമുട്ടുണ്ടാകുക. അതെല്ലാം ആലോചിച്ച് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് തന്നിട്ടുള്ള ആ ഒരു ടാർഗറ്റ് പോലും അച്ചീവ് ചെയ്യുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുണ്ടാകുക. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു വാരത്തിൽ ജോലി ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോവുക. കൂടാതെ നിത്യവും ജോലി ചെയ്യുന്ന കെട്ടിട തൊഴിലാളികൾ, ഡ്രൈവർമാർ, മറ്റ് പല ചെറിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു വാരത്തിൽ ജോലി ഇല്ലാതെ വരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുക, ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നിൽക്കുന്ന ജോലിയിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന വ്യക്തികൾക്കും തടസ്സങ്ങൾ വരുവാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് സ്ഥാപനം ഒരു ചെറിയ സ്ഥാപനമായാലും ശരി അതിനെ തുറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരിക, അങ്ങനെ തുറന്നിരുന്നാൽ കൂടി അതിനെ നഷ്ടങ്ങൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും ഈ ഒരു വാരത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര
എന്നീ നക്ഷത്രക്കാർക്ക് ഭാഗ്യ തടസ്സങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാരം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കാണ് കൂടുതലുമായി ബാധിക്കുന്നത്. നിങ്ങൾ വിജയിക്കും അല്ലെങ്കിൽ ജയിക്കും എന്ന് കരുതിയിരിക്കുന്ന സ്ഥലത്ത് പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ ടെസ്റ്റുകളും എഴുതി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കത് ജോലി ലഭിക്കും, ഞാനതിൽ പാസ്സാകുമെന്നെല്ലാം കരുതിയിരിക്കുന്ന സമയത്തായിരിക്കും അതിൽ പരാജയങ്ങൾ വരിക, നഷ്ടങ്ങൾ വരിക, അതിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുക. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകൾ ഈ ഒരു വാരത്തിൽ വരുവാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം ശ്രദ്ധ പാലിക്കുക. ക്ഷേത്രദർശനമെല്ലാം നടത്തിയും ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ വാരത്തിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ട് ഈ ഒരു വാരത്തിലും തുടരുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി വരുവാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വളരെയധികം കൂടുതലായി കാണിക്കുക. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യത. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ചില വീട്ടിൽ നിന്ന് തന്നെ കാല് തഴി വീഴുകയോ ചെറിയ പൊള്ളലേൽക്കുക, വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ഹെൽമെറ്റെല്ലാം വെച്ച് നിയമമെല്ലാം പാലിച്ച് വാഹനപരമായ കാര്യങ്ങളിലും മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം ജോലിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നോക്കി ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഈ ഒരു വാരത്തിൽ ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം ധനം ചിലവാക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യപരമായി ചെറിയ അപകടങ്ങൾക്കെല്ലാം സാധ്യതയുണ്ട്. ക്ഷേത്രദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഇഷ്ടദേവത ക്ഷേത്രങ്ങളെല്ലാം പോയി തൊഴുത് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് പ്രണയപരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. പ്രണയിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. കുടുംബജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ചെറിയ ചെറിയ പിണക്കങ്ങൾ വന്നു ചേരാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞ് മാറി നിൽക്കുക. അത് ഒരു ആഴ്ച ഈ ഒരു വാരത്തേക്ക് ഒന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ നേരത്തെ പിണക്കമുണ്ടായിരുന്ന കാര്യത്തിൽ അത് വളരെയധികം കൂടുതലായി വരിക, ഇങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ട്. അതെല്ലാം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രണയിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രണയം മൂലം വളരെയധികം പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ രാശിക്കാർക്ക് നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതായത് ധനമാകാം അല്ലെങ്കിൽ സാമ്പത്തികമാകാം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രേഖകൾ, നിങ്ങളുടെ ഫോൺ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും മോഷണം പോകുവാനോ അല്ലെങ്കിൽ കളഞ്ഞു പോകുവാനോ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുവാനോ ഇതെല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം സൂക്ഷിക്കുക. എന്ത് കാര്യത്തിനിറങ്ങിയാലും അത് വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. കേസ്, വഴക്ക് എന്നിങ്ങനെ കാര്യങ്ങളിലെല്ലാം വളരെ സൂക്ഷിച്ചു പോവുക. പരാജയങ്ങൾ വരുവാനും ഈ ഒരു വാരത്തിൽ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. മകരൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ധൈര്യം വളരെയധികം കുറഞ്ഞു കാണുന്നൊരു സമയമാണ്. മറ്റ് ദിവസങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എന്തിനും ഇറങ്ങാം, എല്ലാ കാര്യവും ചെയ്യാമെന്ന് കരുതിയിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാരമാവുമ്പോഴേക്കും അതിനെ മാറ്റി വയ്ക്കുകയും, അതായത് എന്ത് കാര്യം പറഞ്ഞാലും നാളെയാകട്ടെ എന്നൊരു മാറ്റി വയ്ക്കുകയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ ഒരു പേടിച്ചുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും വളരെ ടെൻഷനായിരിക്കും, അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ കാരണമൊക്കെ ആയിരിക്കും ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ടെൻഷൻ വളരെയധികം കൂടുതലായി കാണുന്നൊരു വാരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്തുക, ഈശ്വരൻ്റെ നാമങ്ങൾ ജപിച്ചെല്ലാം മുന്നോട്ട് പോവുക. എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റേതായ പരിഹാരമുണ്ട്. ഈ ഒരു വാരം മാറുമ്പോഴേക്കും പ്രശ്നങ്ങളുടെ ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു ഭയമെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടേക്ക് നല്ല രീതിയിൽ കാത്തിരിക്കുക, ഈശ്വരനാമമെല്ലാം ജപിച്ച് ക്ഷേത്രദർശനമെല്ലാം നടത്തി കാത്തിരുന്നാൽ മതി. ഇതുകൊണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ വ്യക്തികൾക്ക് ഈ ഒരു വാരത്തിൽ വീട് മാറി താമസിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സമയം തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക്
വീട് പണിയിൽ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യത. ഇപ്പോൾ പുതുതായി വീട് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശരി, അല്ലെങ്കിൽ വീട് മെയിൻറ്റെയിൻസ് ചെയ്യുന്ന വ്യക്തിയാണ് ശരി, ധനം ചിലവാകുന്നതല്ലാതെ പണി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കില്ല. അനാവശ്യമായ ഒരുപാട് ധനം വീട്ടിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അങ്ങനെ വീട് സംബന്ധമായി പിന്നെ വീട്ടിലുള്ള ഗ്രഹോപകരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കേടുപാടുകൾ സംഭവിക്കുക, വീടിനുള്ളിൽ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു വാരത്തിൽ കാണാൻ സാധ്യതയുണ്ട്. അതെല്ലാം സൂക്ഷിക്കുന്നതും നല്ലതായിരിക്കും. മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുക, അവരിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇല്ലാതെ ആകുക, അവർ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു ധനം ലഭിക്കാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു വാരം തന്നെ ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് വഴക്ക്, അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോഴേക്കും നിങ്ങൾ നിശബ്ദത പാലിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. എന്നാൽ സാമ്പത്തിക നേട്ടമെല്ലാം ഈ ഒരു വാരത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. വിദ്യാഭ്യാസപരമായ നേട്ടം കാണുന്നുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ കാണുന്നുണ്ട്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ നേട്ടം കാണുന്നുണ്ട്. കുടുംബത്തിനുള്ളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. അതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും.